നിരവധി സവിശേഷതകളോടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി പുറത്തിറക്കിയ വാഹനമാണ് ഒല S1 ഇലക്ട്രിക് സ്കൂട്ടർ. പുതിയ അപ്ഡേഷനുകൾ വാഹനത്തിന് കമ്പനി നൽകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലിപ്പോൾ S1 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കായി ഒല പുറത്തിറക്കുന്ന മൂവ് OS3 സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. എങ്കിൽ ഇന്നത്തെ വിശേഷം അതാകട്ടെ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ MotorWorld ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഫാസ്റ്റ് ചാർജിംഗ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ പുതിയ ഫീച്ചറുകളും ഇന്റർഫേസിലെ മെച്ചപ്പെടുത്തലും നിലവിലുള്ള ഫീച്ചറുകളുടെ പ്രവർത്തനക്ഷമതയുമാണ് ഓവർ ദ എയർ അപ്ഡേഷനിലൂടെ നൽകുന്നത്. S1 Pro ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നൽകുന്ന മൂവ് OS3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഘട്ടം ഘട്ടമായാണ് കമ്പനി പുറത്തിറക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കമ്പനി ആദ്യമായി ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയപ്പോൾ വാഗ്ദാനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന എല്ലാ ഫീച്ചറുകളും പുതിയ അപ്ഡേറ്റിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. മൂവ് OS3യുടെ ബീറ്റ പതിപ്പ് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കി തുടങ്ങിയെന്ന കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചു. മൂവ് OS3യിൽ വാഗ്ദാനം ചെയ്യുന്ന ഫീച്ചറുകളിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഹിൽ ഹോൾഡ് കൺട്രോൾ ആയിരുന്നു. 2021 ഓഗസ്റ്റിൽ S1 Pro ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയപ്പോൾ ഈ ഫീച്ചർ ഒല വാഗ്ദാനം ചെയ്തിരുന്നു. കയറ്റത്തിൽ സ്കൂട്ടർ നിർത്തുമ്പോൾ ബ്രേക്ക് പിടിക്കാതെ തന്നെ ദീർഘനേരം വാഹനം നിർത്തിയിടാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. ഇതുവരെ ത്രോട്ടിൽ ഇൻപുട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് 1 സെക്കൻഡ് എടുക്കുമെന്നതിനാൽ സ്കൂട്ടർ കുറച്ചു ദൂരം പിന്നോട്ട് പോകുമായിരുന്നു. ഒല ഇലക്ട്രിക് മൂവ് OS3യിൽ അവതരിപ്പിച്ച മറ്റൊരു പ്രധാന സവിശേഷത പ്രോക്സിമിറ്റി അൺലോക്ക് ആണ്. ഇത് സ്കൂട്ടറിനെ സ്വയമേ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും സഹായിക്കുന്നു. പാസ്കോഡ് നൽകുകയോ ആപ്ലിക്കേഷൻ തുറക്കുകയോ ചെയ്യാതെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് റൈഡറെ സഹായിക്കുന്ന സംവിധാനമാണ്. ദീർഘദൂരം ഓടുന്നവർക്കും റേഞ്ചിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളവർക്കും വേണ്ടി ഒല തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ മൂവ് OS3 അപ്ഡേഷനിൽ ഹൈപ്പർ ചാർജിംഗ് ഫീച്ചറുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഇലക്ട്രിക് സ്കൂട്ടറിന് ഒലയുടെ ഹൈപ്പർ ചാർജുകളിൽ നിന്ന് പ്രയോജനം നേടാനും വെറും 15 മിനിറ്റിനുള്ളിൽ 50 കിലോമീറ്റർ പരിധി വരെ റീചാർജ് ചെയ്യാനും കഴിയും. ഒലയ്ക്ക് നിലവിൽ 50ഓളം ഹൈപ്പർ ചാർജറുകളാണ് രാജ്യത്തെമ്പാടുമുള്ളത്. ഇവയുടെ ലൊക്കേഷൻ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സ്ക്രീനിൽ കാണിക്കും. പാർട്ടി മോഡ് പോലെയുള്ള മറ്റ് ഫീച്ചറുകളും ഒല പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂട്ടറിൽ പ്ലേ ചെയ്യുന്ന പാട്ടിന്റെ ട്യൂണുമായി സ്കൂട്ടറിന്റെ ലൈറ്റുകൾ സമന്വയിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. റൈഡ് മോഡ് അടിസ്ഥാനമാക്കിയുള്ള ആക്സലറേഷൻ ശബ്ദവും ഇത് വാഗ്ദാനം ചെയ്യും. മൂവ് OS3യുടെ സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേയിലെ കോൾ അലേർട്ടുകളിലേക്കും സ്വയമേ മറുപടി ഫീച്ചറുകളിലേക്കും ആക്സസ് ലഭിക്കും. പുതിയ OTA അപ്ഡേഷൻ വഴി പ്രധാന രേഖകൾ സൂക്ഷിക്കുന്നതും എളുപ്പമാക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് സ്കൂട്ടറുകൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഒല ഇലക്ട്രിക്. സ്പോർട്സ് മോഡിലും ഹൈപ്പർ മോഡിലും ആക്സലറേഷൻ മെച്ചപ്പെടുത്തുന്നതായി കമ്പനി അവകാശപ്പെടുന്നു. ഈ അപ്ഡേറ്റിനൊപ്പം ഒല അതിന്റെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും അനുയോജ്യമായ ആക്സസറികളുടെ ഒരു ശ്രേണിയും പുറത്തിറക്കും. അവയിൽ പ്രധാനം ഒരു സെന്റർ സ്റ്റാൻഡും പിൻഭാഗത്ത് സൈഡ് ചരിഞ്ഞിരിക്കാൻ അനുവദിക്കുന്ന ഒരു പില്ലിയൻ ഫുഡ് റെസ്റ്റുമാണ്. ഇവ രണ്ടും 2023 ജനുവരി മുതൽ ഒല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ ലഭ്യമായി തുടങ്ങും. ഫീച്ചറുകളിൽ മുന്നിലെത്തി വിപണി കൈയടക്കാൻ ശ്രമിക്കുന്ന കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.